സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രായത്തിൽ അയാൾക്ക് പിന്നെ ഓർമ്മയൊക്കെ നശിച്ചതുകൊണ്ട് അയാൾക്ക് ആഗ്രഹിക്കുന്ന പല നന്മകളും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അയാൾക്ക് അതൊക്കെ ചെയ്തതുപോലത്തെ കൂലി കിട്ടും. കാരണം അയാൾ യൗവനകാലത്ത് നല്ല കാലത്ത് ഇങ്ങനെയൊക്കെ ആയുന്നൊരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് അയാൾ ഇതിലൊക്കെ വളരെ ചിട്ടുള്ള ആളായിരുന്നു എങ്കിൽ അയാൾ ഇനി എത്ര കാലം ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടന്നാലും അയാൾക്ക് ഏത് ഇബാദത്തിൻ്റെയും കൂലി. പള്ളിയിൽ ളുഹ്ർ ജമാഅത്ത് അവിടെ അങ്ങനെ നടക്കുന്നു, ദേഹം കുഴഞ്ഞ് കിടക്കുകയാണ്, പോകാൻ ആഗ്രഹമുണ്ട്, പോയിരുന്നതുമാണ്. അയാൾ വീട്ടിൽ ആ കിടന്ന കിടപ്പിലുള്ള ഒരു നിസ്കാരമുള്ളൂ, എന്നാലും ജമാഅത്തിന് പങ്കെടുത്ത കൂലി അദ്ദേഹത്തിന് കിട്ടും എന്ന് മുഹമ്മദ് മുസ്തഫ. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ് നമ്മളോട് ചെയ്യുന്നൊരു കാരുണ്യമായിട്ട് പറഞ്ഞതാണ്. അതിനെന്ത് വേണം? നല്ല കാലത്ത് ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യനാവണം. അങ്ങനത്തെവർക്ക് അനാരോഗ്യം ബാധിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ ഒരിക്കലും സങ്കടപ്പെടണ്ട. എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ, ബാങ്കല്ലേ ആ കൊടുക്കണം, ഇക്കാമത്തല്ലേ ആ കേൾക്കണം, നിസ്കാരല്ലേ ജമാഅത്തല്ലേ ആ കേൾക്കണം, ഇത്ര വിഷമം ഉണ്ടാവുക നമ്മളെ മനസ്സിൽ. വിഷമിക്കണ്ട. റഊഫും റഹീമുമായ റബ്ബ് പറയാണ്, നീ പോയിരുന്നല്ലോ, അലസനായിട്ടല്ലല്ലോ, ഇപ്പൊ നിനക്ക് വയ്യാത്തോണ്ടല്ലേ, അതേ കൂലി നിനക്ക് ഇവിടെ പരീ കടന്നിട്ട് ആ കടന്ന കടപ്പിൽ നിസ്കരിച്ചാലുണ്ട്. എത്രത്തോളം റഊഫാണ് നമ്മുടെ റബ്ബ്, എത്രത്തോളം റഹ്മാനാണ് നമ്മുടെ റബ്ബ്, എത്രത്തോളം വദൂദാണ് നമ്മുടെ റബ്ബ്, എത്ര സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, വാത്സല്യമുള്ളവനാണ്, കൃപയുള്ളവനാണ്. പക്ഷേ അവിടെ കണ്ടീഷൻ എന്താണ്? നല്ല കാലത്ത് ഇതൊക്കെ ചെയ്യുന്നവനാണ്. തഹജ്ജുദ് നിസ്കാരവും വീത്തറും സുന്നത്ത് നിസ്കാരങ്ങളും സമയ ഖുർആനോത്തും നല്ല നല്ല കാര്യങ്ങളും ജമാഅത്തിന് പള്ളിയിൽ കൃത്യമായിട്ട് പോകലും അത് തന്നെ ഒന്നാം സഫിലെത്താൻ ശ്രദ്ധിക്കലും, അങ്ങനെ എന്തൊക്കെ ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഈ ഗുണങ്ങളൊക്കെ അല്ലാഹു തആല ജീവിച്ചിരിക്കുക അവർക്ക് പറ്റാതായാലും നൽകിക്കൊണ്ടേയിരിക്കും. അത് റബ്ബ് തരുന്ന ഫളലാണ്.